എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സിങ്കോണിയം എന്ന ഇൻഡോർ പ്ലാന്റ് ആണ്. ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ട് വളർത്താവുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമും സിങ്കോണിയം എന്ന് തന്നെയാണ്. ഇത് അറക്കേഷ്യ ഫാമിലിയിൽപ്പെട്ടതാണ്. ഇത് നേറ്റീവ് പ്ലേസ് അമേരിക്കയാണ്, ട്രോപ്പിക്കൽ പാർട്ട് ഓഫ് അമേരിക്ക. ലോ മെയിൻ്റെനൻസ് ഉള്ളൊരു പ്ലാന്റ് ആണിത്. ആദ്യം ഇടുമ്പോൾ നന്നായിട്ട് പോട്ടി മിക്സ് ഇടുകയാണെങ്കിൽ പിന്നെ വളമിടേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. സിങ്കോണിയത്തിന് റെഗുലറായിട്ട് വാട്ടറിങ് വേണ്ട ഒരു പ്ലാന്റ് ആണ്. ഞാൻ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കാറുണ്ട്. ഇതിൻ്റെ 5 ലോബ്സ് 5 എലിമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. വാട്ടർ, ഫയർ, എർത്ത്, വുഡ് ആൻഡ് മെറ്റൽ. നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. എമറാൾഡ് ഗ്രീൻ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ പറമ്പുകളിലൊക്കെ സാധാരണ ഒരുപാട് കാണപ്പെടാറുണ്ട്. എമറാൾഡ് ഗ്രീൻ എൻ്റെ പറമ്പ് ഫുള്ളുണ്ട്. പറമ്പിൽ മതിലിലൊക്കെ കയറി കിടക്കുകയാണ്. ഇത് വെള്ളം പൊങ്ങി കിടക്കുന്ന സമയമാണ്, എന്നാലും ഇത് നശിച്ച് പോകാറില്ല. വെള്ളം പോകുന്ന സമയത്ത് വീണ്ടും ഇത് വളർന്നു വരും. ഇതുപോലെ മരത്തിലൊക്കെ ഇത് പിടിച്ച് കയറി കിടക്കുന്നത് കാണാം. നല്ലൊരു ക്രീപ്പറാണിത്. ഇത് സിങ്കോണിയം നിയോൺ ആണ്. ഇതിൻ്റെ ന്യൂ ലീഫിന് നിയോൺ കളറാണുള്ളത്. ഈ വെറൈറ്റിക്ക് സിങ്കോണിയം വെയിൻലാൻഡ് എന്നാണ് പേര്. ഇത് നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ വൈറ്റ് ലൈൻസ് ആണുള്ളത്. ഇത് വളരെ വേഗം വളരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ക്രീപ്പറാണ്. ഇതിൽ നിന്നും വള്ളികൾ വളർന്നു വരും. ഈ വള്ളികളിൽ വേരുണ്ടാവും. ആ വേര് ഉള്ള ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ സോയിലിൽ കുഴിച്ച് വെക്കുകയാണെങ്കിൽ വളരെ വേഗം വളർന്നു വരുന്ന ഒരു പ്ലാന്റാണിത്. ഇത് സിങ്കോണിയം പിങ്ക് ആണ്. വളരെ ഭംഗിയുള്ള ലീവ്സാണ് സിങ്കോണിയം പിങ്കിൻ്റേത്. സിങ്കോണിയം ഓറഞ്ചും റെഡും ഒക്കെ ഉണ്ട് ഇതുപോലെ ഭംഗിയുള്ളത്. ഇനി ഈ കാണുന്നത് സിങ്കോണിയത്തിൻ്റെ ഗ്രീനും പിങ്കും കൂടി ഒരു വേരിയേഷനാണ്. ഇതിൻ്റെ ഫസ്റ്റ് ലീഫ് വരുമ്പോഴത്തേക്കും പിങ്ക് കളറായിരിക്കും. അതിന് ശേഷം അത് കുറച്ചും കൂടെ ഗ്രീൻ കളർ മിക്സായി വരും. അതിനുശേഷം ഗ്രീൻ കളർ കൂടി വന്ന് ലാസ്റ്റ് അത് ഗ്രീൻ കളർ തന്നെയാകും. വീണ്ടും അതിന് ആദ്യം ലീഫ് വരുമ്പോൾ അത് പിങ്ക് കളറായിരിക്കും. അതുപോലെ പിങ്കിൻ്റെ തന്നെ ഡാർക്ക് ഇനത്തിൽപ്പെട്ട ഒരു വെറൈറ്റി കൂടിയുണ്ട്. റെഗുലർ വാട്ടറിങ് വേണ്ട ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ലോ മെയിൻ്റെനൻസ് ആയതുകൊണ്ടും വളരെ ഭംഗി ആയതുകൊണ്ടും ലോ ലൈറ്റിൽ വളരുന്നത് കൊണ്ടും ഇൻഡോർ പ്ലാന്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്നാലും അതിന് ഇൻഡയറക്റ്റ് ലൈറ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ കളർ ഫെയ്ഡാകും. ഇതെല്ലാം സെറാമിക് പോട്ടിനകത്ത് ഞങ്ങൾ പണ്ട് സെറ്റ് ചെയ്ത സിങ്കോണിയം വെറൈറ്റീസാണ്.